നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട കമലഹാസൻ രാഷ്ട്രീയത്തിൽ വരികയും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മലക്കം മറിഞ്ഞ് എതിർചേരിയിൽ പോയി ചേരുകയും ഡൽഹിയിലെ രാജ്യസഭാ മെമ്പറാവുകയും ചെയ്തു. ആദ്യത്തെ കന്നിപ്രസംഗം നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇംഗ്ലീഷിലും തമിഴിലും 50 കൊല്ലം നമ്മൾ ആരാധനയോടെ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അഭിനയത്തിൻ്റെ കുലപതി. സത്യം പറഞ്ഞാൽ ശിവാജി ഗണേശനേക്കാളും സത്യനേക്കാളും ഹിന്ദി നടൻ ദിലീപ് കുമാർ, സഞ്ജീവ് കുമാറിനേക്കാളൊക്കെ അഭിനയത്തിൽ അങ്ങേറ്റം മികവ് കാണിച്ച ഒരാളായിരുന്നു കമലഹാസൻ. തെലുങ്കിൽ കണ്ടിരുന്നു മനോചരിത്ര, മലയാളത്തിൽ ചാണക്യൻ, തമിഴിൽ ഇഷ്ടം പോലെ പടങ്ങൾ, ഹിന്ദിയിലെയും ഏക് തുജേ കേ ലിയേ, അങ്ങനെ എത്ര പടങ്ങളാണ്. 50 കൊല്ലങ്ങളായിട്ട് പല ഭാഷകളിലും അയാളെ കണ്ടു, അയാളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടു. ഇത്രയും ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു മനുഷ്യൻ. 10ാം ക്ലാസ്സും ഗുസ്തിയാണ്, അതിന് മുമ്പ് പഠിച്ചിട്ടൊന്നുമില്ല. ചെന്നൈയിൽ പുരുഷവാക്കം MCTM എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ച ആളാണ്. കന്നിപ്രസംഗം രാഷ്ട്രീയമായ പ്രസംഗമാണെന്ന് വെച്ചാൽ എന്താ പറയുന്നുള്ളത് യാതൊരു ബോധവുമില്ല. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ, പെരിയാറിൻ്റെ പേരൻ, അതായത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ രാമസ്വാമി നായ്ക്കരുടെ പേരമകൻ, അണ്ണായുടെ മകൻ, സ്റ്റാലിൻ്റെ അണ്ണൻ എന്നൊക്കെയാണ് പറഞ്ഞ് പാർലമെൻറ്റിൽ പോയി പറയുന്നത്. ഇതൊക്കെ ആരാ ചോദിച്ചതെന്ന് അറിയില്ല, ആരാ എഴുതി കൊടുത്തതൊക്കെ മനസ്സിലാകുന്നില്ല. എന്താ പറയണ്ടതെന്ന് അറിയാതെ വല്ലാത്തൊരു അവസ്ഥയിൽ മൊത്തം നാണം കെട്ടി, തമിഴ്നാട്ടിൽ നാണം കെടുത്തി, മൊത്തം ഇന്ത്യയിൽ നാണം കെടുത്തിയിട്ട് ഒരുള്ള പ്രസംഗം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ആ അത്ഭുതത്തോടെ നോക്കിയിരുന്ന മനുഷ്യൻ ഇത്രയും തരംതാണ ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ ചില്ലറ സങ്കടമൊന്നുമല്ല വരുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് തരം താഴാൻ പറ്റിച്ച അങ്ങേറ്റം താഴ്ന്നു പോകുന്നു. എന്തൊക്കെയായിരുന്നു ഒരു കാലത്ത്, അതിനൊക്കെ നേരെ വിപരീതമായി നടക്കുകയും ചെയ്യുമെന്ന് പറയുമ്പം ഒരു വയസ്സാകുമ്പം എല്ലാവർക്കും ചില മാറ്റങ്ങളും ചില നമ്മൾ പറയും മത്തവും പിത്തുമില്ലാണ്ടായി പോയെന്ന്, അതുപോലുള്ള ഒരു ലെവലൊക്കെയാണ്. പക്ഷെ വേഷപ്പകർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ 18 വയസ്സുള്ള പയ്യനെ പോലെയാണ് കാണിക്കുന്നത്. കുത്തഴിഞ്ഞ സ്വകാര്യ ജീവിതം, അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. സിനിമയിൽ നമ്മൾ ആരാധനയോടെ കണ്ട് നേരിട്ട് പല സമയം ഷൂട്ടിങ്ങിലും പല സ്റ്റേജിലൊക്കെ കണ്ടിട്ട് ആരാധനയോടെ നോക്കി നിന്നാണ്. ഇന്ന് അയാളുടെ പതനം കാണുമ്പം കേവലം ചില കോടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം സിനിമയിൽ നിന്നുണ്ടാക്കിയ എല്ലാ നല്ല പേരും കളഞ്ഞ് ഒരു 1ാം നമ്പർ കോമാളിയായി മാറുന്നത്. നിങ്ങളത് ആ പ്രസംഗം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോയി കേൾക്കണം. ഇത്രയും കോമാളിയായ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും. സമീപത്തിൽ അഭിനയിച്ച എല്ലാ സിനിമകളും 1ാം നമ്പർ പൊളിപ്പടങ്ങളായിരുന്നു. ഒരു മനുഷ്യൻ്റെ അധപ്പതനം കാണുമ്പോൾ ദേഷ്യത്തെക്കാളും കൂടുതൽ സങ്കടം തോന്നുന്നു. എന്ത് ചെയ്യാം.